السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي الأحد الجبار والصمد الغفار. أشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدًا عبده ورسوله النبي المختار، وعلى آله الأطهار وأصحابه الأبرار. حسبنا الله ونعم الوكيل. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ولو كانت الدنيا تدوم لواحد لكان رسول الله فيها مخلدا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, നല്ലവരായ സഹോദര സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പൂർണ്ണമായി ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഏത് സന്ദർഭത്തിലും മരണമെന്ന യാഥാർത്ഥ്യം നമ്മിലേക്ക് വരുമെന്ന ബോധത്തോടെ ജീവിതത്തെ ഇബാദത്തുകൾ കൊണ്ട് ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൽപ്പം മാനസികമായ പ്രയാസത്തോടു കൂടിയാണ് ഈ സമയം നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റു നിൽക്കുന്നത്. കാരണം
ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് വർഷത്തെ ഒരു പരിചയം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് സദസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിലെല്ലാം എന്നെ ക്ഷണിക്കുകയും അതിൽ ഞാൻ കാണുകയും ഞാൻ ഒരുപാട് ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നമ്മുടെ ഫിറോസ്ക ഇല്ലാത്ത ഒന്നാമത്തെ ഒരു സദസ്സാണ് ഇത് എന്ന ആ ഒരു കാരണത്താൽ വലിയ പ്രയാസത്തോടു കൂടിയാണ് ഈ സമയം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ അമലുകൾക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ദഅവ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ഇവിടെ നടക്കുന്ന നമ്മുടെ പള്ളി, അതിലൊക്കെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു വിഹിതം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു ചേർക്കുമാറാവട്ടെ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യ നിമിഷങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സദസ്സിൽ സംസാരിക്കാൻ നാം തിരഞ്ഞെടുത്ത വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് മാതൃകയാക്കാൻ അല്ലാഹു കാണിച്ചു തന്ന പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചക ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് മാതൃകയുണ്ട്. അവിടുത്തെ അവസാന നിമിഷങ്ങളും നമുക്ക് മാതൃകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമായി അവൻ കാണേണ്ടതുണ്ട്. മഹാനായ മഹ്കൂൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ഇദാ അസ്വാബ അഹദകും മുസീബ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ, വല്ല പ്രയാസവും നിങ്ങളെ ബാധിച്ചാൽ, ഫൽയദ്കുർ മുസീബതഹു ബി, അവൻ സന്ദർഭത്തിൽ എനിക്കുണ്ടായ പ്രയാസത്തെ അവൻ ഓർത്തുകൊള്ളട്ടെ. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസാഇബ്, അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ പ്രയാസങ്ങളെ
നമുക്ക് ചെറുതായി കാണാൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അത്തരം പ്രയാസങ്ങളുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ മരക്കുറിച്ച്, അതാണ് ഇവിടെ ഫൽയദ്കുറു മുസീബതഹു ബി, എനിക്കുണ്ടായ പ്രയാസത്തെ അവൻ ഓർക്കട്ടെ എന്ന് പറഞ്ഞത് അവിടുത്തെ വഫാത്തിനെ കുറിച്ച് ഓർക്കട്ടെ എന്നാണ്. കാരണം ആ റസൂലുള്ള മരണപ്പെട്ടല്ലോ, അതിനോളം ഒരു നഷ്ടം, ഒരു പ്രയാസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്താ? അതുകൊണ്ടാണ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്ന ആ സമയം, ഹിജ്റ വന്ന ആ ഒരു സമയം, ഇതിനേക്കാൾ പ്രശോഭിതമായ മറ്റൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമുണ്ടല്ലോ, അതിനേക്കാൾ മോശവും ഇരുട്ട് നിറഞ്ഞതുമായ മറ്റൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. അവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പ്രയാസം അതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു, അവിടുത്തെ വഫാത്ത്. അവിടുന്ന് ലോകത്തോട് വിട പറയുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അവിടുന്ന് ജനിക്കുന്നതും ഒരു തിങ്കളാഴ്ചയാണ്. അവിടുത്തെ ജന്മദിനം തിങ്കളാഴ്ചയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ജന്മദിനം ആഘോഷിച്ചത് വെള്ളിയാഴ്ചയായിരുന്നു. പക്ഷെ അത് ദിനമല്ല നോക്കിയത്, ഡേറ്റാണ് നോക്കിയത്. പലരും ഡേറ്റാ നോക്കിയത്. റബീഉൽ അവ്വൽ 12 ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് ജന്മദിനം ആഘോഷിച്ചു, ഇനി കുറച്ച് കഴിഞ്ഞ് അടുത്ത മാസം ഒരു ചരമദിനം ഈ ജന്മദിനം ആഘോഷിച്ച ആളുകൾക്ക് അതേതാ? ജീലാനി ദിനം. ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ജീലാനി ദിനം ആചരിക്കാനുണ്ട്. അത് ആചരിക്കുന്ന ആളുകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അനുസരിക്കുമോ എന്നുള്ളത് വേറെ വിഷയം. കാരണം അദ്ദേഹത്തിന്റെ ഗുനിയ എന്ന കിതാബില് മുഹറം 10-നാണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാ രേഖപ്പെടുത്തിയത്. ആശൂറ മുഹറം 10-നാണ് റസൂലുള്ള ജനിച്ചത് എന്നാണ് മുഹയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗുനിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത്. വ്യക്തമല്ല, കാരണം നബിയായിട്ടല്ല ജനിക്കുന്നത്. പക്ഷെ പിന്നീട് ആ ദിവസം അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. എല്ലാ തിങ്കളാഴ്ചയും അവിടുന്ന് നോമ്പെടുക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചില്ലേ, അള്ളാന്റെ റസൂലേ, എന്തുകൊണ്ടാ നിങ്ങൾ ഇന്നേ ദിവസം നോമ്പെടുക്കുന്നത്? അവിടുന്ന് പറയുന്നുണ്ട്, അന്നാണ് ഞാൻ ജനിക്കുന്നത്, നബിയായി വരുന്നതും ഒരു തിങ്കളാഴ്ചയാണ്. നബിയായി വരുന്നതും അതുപോലെ തന്നെ അവിടുന്ന് ജനിച്ചതും തിങ്കളാഴ്ച. അന്ന് നോമ്പെടുക്കാനാ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അവിടുന്ന് ജനിക്കുന്നതും മരിക്കുന്നതും ഒരു തിങ്കളാഴ്ചയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷത്ത് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞ ദിവസമേതാ? ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു തിങ്കളാഴ്ചയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പറയുന്നു, ഞാനും ഒരു തിങ്കളാഴ്ച മരണപ്പെട്ടിരുന്നുവെങ്കിൽ.
അത്ര സ്നേഹമായിരുന്നു അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മരണപ്പെടുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. ഒരു തിങ്കളാഴ്ച തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് ചരിത്രരേഖകളിൽ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചൊരഭിപ്രായം അത് ഹിജ്റ 11 റബീഉൽ അവ്വൽ 12. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലെ പള്ളി മെമ്പറുകളിൽ വായിക്കപ്പെടുന്ന നബാത്തിയ ഖുതുബകൾ പോലും പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചാണ്. ആ റബീഉൽ അവ്വലിലെ 4 ഖുതുബകളും പരാമർശിക്കുന്നത് വഫാത്തിനെ കുറിച്ചാണ്. അപ്പൊ അത് തർക്കമില്ലാത്ത വിധം അംഗീകരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നത് ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ളുഹാ സമയത്തായിരുന്നു എന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ താൻ മടങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സൂചനകൾ സമയമായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമാണ് സൂറത്തുൻ നസ്ർ അവതരിക്കുന്നത്. സൂറത്തുൻ നസ്ർ എല്ലാവരും ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീന് ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ സൂറത്തുൻ നസ്ർ അവതരിപ്പിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا. ഈ സൂറത്ത് അവതീർണമായതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലും സുജൂദിലുമായി കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഈ പ്രാർത്ഥന അവിടുന്ന് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഫാത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത അല്ലെങ്കിൽ മറ്റു സ്വഹാബിമാരൊക്കെ കൂടി ഒന്നിച്ചിരുന്ന് സൂറത്തുൻ നസ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സൂറത്ത് എന്തിനെയാണ് അറിയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞത് രാജ്യങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ വിജയിച്ചടക്കുന്നതിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്. എന്നാൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് താങ്കൾക്കും അതുതന്നെയോ പറയാനുള്ളത്? മാ തഖൂൽ, ഇതിനെക്കുറിച്ച് എന്താ താങ്കൾക്ക് അഭിപ്രായം? അദ്ദേഹം പറയുന്നത്, അജലുൻ ഔ മസലുൻ ളുരിബ ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുഇയത് ലഹു നഫ്സുഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം മരണത്തെക്കുറിച്ചും അവധിയെക്കുറിച്ചും ഉദാഹരണത്തിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ് സൂറത്തുൻ നസ്ർ. അതാണ്. അപ്പോൾ അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അല്ലാഹു നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിനു വേണ്ടി പറഞ്ഞയക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്. മുആദ് പിന്നെ വാഹനപ്പുറത്താണ്, റസൂലുള്ള അതിൻ്റെ കയറു പിടിച്ച് ഇങ്ങനെ നടന്നു പോകുക. മുആദ് വാഹനപ്പുറത്താ, റസൂലുള്ള ഇങ്ങനെ താഴത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുക. അങ്ങനെ വേർപിരിയാൻ സമയമായപ്പോ ആ സമയത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. വേർപിരിയാൻ സമയമായപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഒരു പക്ഷേ മുആദേ, ഈ വർഷത്തിനു ശേഷം നമ്മൾ പരസ്പരം കണ്ടുമുട്ടണമെന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി. ഒരു പക്ഷേ എൻ്റെ ഈ പള്ളിയിലോ അല്ലെങ്കിൽ എൻ്റെ ഖബറിന്റെ അരികിലോ താങ്കൾ വന്നേക്കാം മുആദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ഫബകാ മുആദ് ജശഅൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേർപാടിനെ കുറിച്ചോർത്ത് മുആദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞു പോവുകയാ. അല്ലാഹുവിൻ്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാക്കുകളാണ്. യമനിലേക്ക് പറഞ്ഞേക്കാൻ നേരത്ത് വേർപിരിയാണ്, ഇനി ഒരു പക്ഷേ കാണണമെന്നില്ല മുആദേ എന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്ര അയക്കുന്നത്. പിന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, തുടരെ തുടരെ വഹയ്കൾ വരുന്നു. റമളാനിൽ എല്ലാ മാസവും അവിടെ നിന്ന് എല്ലാ വർഷവും റമളാനിൽ 10 ദിവസമാണ് ഇഅ്തികാഫ് ഇരിക്കാറുള്ളത് എങ്കിൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള റമളാനിൽ 20 ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം വേർപിരിയാനുള്ള സമയമായി എന്നതിൻ്റെ സൂചനകളെല്ലാം ലഭിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10 ഒരു ഹജ്ജ് നിർവഹിക്കാൻ തീരുമാനിക്കുകയാണ്. മറ്റുള്ളവർക്ക് മാതൃകയായി ഹജ്ജിന്റെ രൂപങ്ങൾ കാണിച്ചു കൊടുക്കാനും ഹജ്ജ് നിർവഹിക്കാൻ അവിടുന്ന് തീരുമാനിക്കുകയാണ്. ആ ഹജ്ജിന്റെ നിർവഹണ രംഗങ്ങളിൽ അവിടുന്ന് ആവർത്തിച്ച് ജനങ്ങളോട് തൻ്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിൽക്കുന്ന സമയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ്, ലയോ ജനങ്ങളെ, ഇന്നി വല്ലാഹി ലാ അദ്രീ ലഅല്ലി ലഅൽഖാകും ബഅദ യൗമി ഹാദാ ബിമക്കാനി ഹാദാ. എല്ലാവരെയും വിളിക്കുകയാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, വല്ലാഹി ലാ അദ്രീ, അല്ലയാണ് സത്യം, എനിക്കറിയില്ല. അടുത്ത വർഷം ഒരു പക്ഷേ വെച്ചുകൊണ്ട് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടണമെന്നില്ല. ഈ സ്ഥലത്ത് ഇനി നമ്മൾ പരസ്പരം കണ്ടുമുട്ടണമെന്നില്ല. ജംറയിൽ എറിയുന്ന സമയത്തും അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഖുദൂ മനാസികക്കും, ഓ ജനങ്ങളെ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കൃത്യമായി പഠിക്കണേ. ഫഇന്നീ ലാ അദ്രീ ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ.
വർഷം നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും നിങ്ങൾ പഠിക്കണം. ആ സമയത്ത് അറഫയിൽ വെച്ചുകൊണ്ടാണ് സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്ത് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആയത്തിറങ്ങുക. ഈ ആയത്തിറങ്ങിയ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. ആളുകൾ ചോദിക്കുന്നു, എന്തിനാ ഉമറേ നിങ്ങൾ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പൂർണ്ണതയ്ക്ക് ശേഷം ഇനി ഒരു ന്യൂനതയല്ലാതെ മറ്റെന്താണ് വരാനുള്ളത്? ഇസ്ലാം ദീന് പൂർത്തീകരിക്കപ്പെട്ടു എന്നല്ലേ പടച്ച റബ്ബ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിയോഗത്തെ കുറിച്ചാണ് അവിടുന്ന് ഈ ആയത്ത് അറിയിക്കുന്നത്. ഇനി റസൂലുള്ളാഹിന്റെ ആവശ്യമില്ലെന്ന സൂചനയാണ് ഈ ആയത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളുകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാ. ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് എന്ന് അവിടുന്ന് കൃത്യമായി ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. പിന്നീട് പലപ്പോഴായി ഈ നിലക്കുള്ള സൂചനകൾ അവിടുന്ന് ജനങ്ങൾക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് തന്നെ അവിടത്തേക്ക് അതിൻ്റെതായ സൂചനകൾ വഹയിലൂടെ ലഭ്യമായിരുന്നു. അത് സ്വഹാബത്തിനോട് അവിടുന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ മരണം എന്ന് പറയുന്നത് അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. മരണം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു അത് അനുവാദം ചോദിച്ചിട്ടാണ് അവരുടെ റൂഹ് പിടിക്കാറുള്ളത്. ഈ വഫാത്തിന്റെ അവസാന സമയങ്ങൾ അവിടുത്തെ സംസാരങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വബൈന മാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഇഹലോക ജീവിതവും അവന്റെ അടുത്തുള്ളതും തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയിട്ടു. അങ്ങനെ ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്, ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാണ്. ഈ ഹദീസ് പറയുന്നത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പറയാണ്, ഫഅജിബ്നാ ലിബുകാഇഹി അൻ യുഖ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അബ്ദിൻ ഖുയ്യിറ. ഞങ്ങൾക്ക് അത്ഭുതമായി, അതായത് ഒരു അടിമ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം അള്ളാഹുവിന്റെ ഒരടിമക്ക് അല്ലാഹ് നൽകി എന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. അതിനെന്തിനാണ് അബൂബക്കർ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ മുഖയ്യറു. ആ തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകപ്പെട്ട അടിമ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാ. അവർ പരലോകം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് നമ്മിൽ നിന്ന് വേർപിരിയാൻ സമയമായിരിക്കുന്നു.
ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് അവർക്കും കാര്യം മനസ്സിലാകുന്നത്. അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിലേക്ക് നയിക്കുന്ന ആ രോഗത്തിൻ്റെ തുടക്കം അത് കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സ്വഹാബിയുടെ ജനാസ ഖബറടക്കി ഹിജ്റ 11 സഫർ 29 ബഖീഉൽ ഖർഖദിൽ ആ മയ്യത്ത് ഖബറടക്കി അവിടെയുള്ള ആ മറമാടിയ സ്വഹാബിക്കും ആ ജനാസ ആരുടേതാണോ ആ സ്വഹാബിക്കും അവിടെയുള്ള മറ്റു ഖബറാളികൾക്കുമൊക്കെ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് തിരിച്ചു വരുന്ന സമയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ തലവേദന ഇടുകയാണ്. അതാണ് മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിൻ്റെ തുടക്കം. മരിക്കാൻ രോഗം വേണമെന്നില്ല, വാർദ്ധക്യത്തിലേക്ക് എത്തണമെന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി 13 ദിവസം അവിടുന്ന് കഴിയുന്നുണ്ട്. അവസാന നിമിഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 3 ദിവസം അവിടുന്ന് രോഗിയായിരുന്നു എന്നതാണ്. അതിന്റെ തുടക്കം സഫർ 29 ഈ പറയപ്പെടുന്ന ബഖീഉൽ ഖർഖദിൽ ഒരു ജനാസ ഖബറടക്കി തിരിച്ചു വരുന്ന സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോകുന്നത് മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടേക്ക് എല്ലാ ഭാര്യമാരെയും അവിടുന്ന് വിളിപ്പിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തെ 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ ഭാര്യമാരെയും മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വിളിപ്പിച്ച് അവരോടെല്ലാവരോടും അനുവാദം ചോദിക്കുന്നുണ്ട്. എന്താ അത്? ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലമ്മാ ثقل رسول الله صلى الله عليه وسلم واشتد به وجعه استأذن أزواجه أن يمرض في بيتي. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും ചോദിക്കുകയാണ്. അനുവാദം ചോദിക്കുക, കൽപ്പിച്ചാ മതി, അനുസരിക്കാൻ ബാധ്യസ്ഥരാ. പക്ഷെ അതല്ല, നീതിയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം അവിടുന്ന് ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും വിളിപ്പിച്ചു കൂട്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും അനുവാദം കൊടുത്തു. ഫഅദിന്ന ലഹു, എല്ലാവരും അനുവാദം നൽകുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഫഖറജ വഹുവ ബൈന الرجلين തഖുത്തു റിജ്ലാഹു ഫിൽ അർദി. മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയുമോ? 2 സ്വഹാബിമാരുടെ ഷോൾഡറിൽ കൂടി കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുത്തെ കാലുകൾ മണലാരണ്യത്തിലൂടെ വലിച്ചു വലിച്ചു പോകുന്ന അവസ്ഥയിലാണ് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നത്. ആ 2 ആളുകൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ കൃത്യമായി നമുക്ക് കാണാം. ഒന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹുമായിരുന്നു. 2 പേരുടെയും ഷോൾഡറിൽ കൈ ചേർത്ത് പിടിച്ച്
കാലുകൾ ഇങ്ങനെ ശരിക്ക് നടക്കാൻ കഴിയുന്നില്ല, ഭൂമിയിലൂടെ ഇങ്ങനെ വലിച്ചു പോകുന്ന വിധത്തിലാണ് അള്ളാന്റെ റസൂല് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകുന്നത്. ആയിഷത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ തലവേദന അനുഭവപ്പെടുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും തലവേദന അനുഭവപ്പെടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കും സഹിക്കാൻ കഴിയാത്ത തലവേദന അനുഭവപ്പെടുന്ന സമയത്ത് അവിടുന്ന് റസൂലുള്ള പറഞ്ഞ ഒരു വാക്കുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, ലൗ മിത്ത ഖബ്ലി ഫഖുംതു അലൈകി ഫഗസ്സൽതുകി വകഫൻതുകി വസല്ലൈതു അലൈകി വദഫൻതുകി. ആയിഷ, എനിക്ക് മുമ്പ് നീയെങ്ങാനും മരിക്കുകയാണെങ്കിൽ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് വേണ്ടി ഫഖുംതു അലൈകി, എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിക്കും. എന്തൊക്കെ? ഫഗസ്സൽതുകി, നിന്നെ ഞാൻ കുളിപ്പിക്കും ആയിഷ. വകഫൻതുകി, നിന്നെ ഞാൻ കഫൻ ചെയ്യും. വസല്ലൈതു അലൈകി, നിന്റെ മേൽ ഞാൻ നമസ്കരിക്കും. വദഫൻതുകി, നിന്നെ ഞാൻ ഖബറടക്കും ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. നമ്മുടെ നാടുകളിൽ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ത്വലാഖ് ചൊല്ലിയ പോലെ എന്നാണ് സാധാരണ പറയപ്പെടാറുള്ളത്. ഇതിനൊരു ബന്ധവും പാടില്ല എന്നാണ്. ആ ധാരണ തിരുത്താണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് പിന്നുണ്ടായ ധാരണയാണ്, പക്ഷെ പഠിക്കാത്തത് കൊണ്ട് സംഭവിക്കണ അബദ്ധങ്ങൾ അതൊക്കെ. റസൂലുള്ള പറയാണ്, എനിക്ക് മുമ്പ് നീ മരണപ്പെടുകയാണെങ്കിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫൻ ചെയ്യും, നിന്നെ മേൽ ഞാൻ നമസ്കരിച്ച് നിന്നെ ഞാൻ ഖബറടക്കും. അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവിടുത്തെ ജീവിതം നമുക്കൊക്കെ പാഠമാണ്. വേദന ശക്തമാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യും? നഫസ അലാ നഫ്സിഹി, ഈ മുഅവ്വിദാത്ത് സൂറത്തുകൾ പാരായണം ചെയ്ത്, സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ അവിടുന്ന് പാരായണം ചെയ്ത് തൻ്റെ കൈകൾ കൊണ്ട് സ്വയം അവിടുന്ന് ശരീരത്തിലൂടെ തടവുമായിരുന്നു. പ്രയാസം വന്നാൽ, രോഗം വന്നാൽ ചെയ്യേണ്ട കാര്യമായി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വേദന ശക്തമായ അവസരത്തില് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് പാരായണം ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് അവിടുന്ന് പാരായണം ചെയ്ത് ഊതാറുള്ളത് പോലെ ഞാൻ പാരായണം ചെയ്തു. അവിടുത്തെ ശരീരത്തിലേക്ക് ഞാൻ ഊതാറുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാന്റെ കൈകൾ കൊണ്ട് തന്നെ അവിടുത്തെ ശരീരം ഞാൻ ഇങ്ങനെ തടവിക്കൊടുക്കാറുണ്ടായിരുന്നു. രോഗം വന്നാൽ ഈ മുഅവ്വിദാത്ത് സുത്തുകൾ ഓതി ശരീരത്തിൽ കൈയിലേക്ക് ഊതി ശരീരം തടവുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അത് ഇസ്ലാമിലുള്ള മന്ത്രങ്ങളാണ്. പക്ഷേ വാദം പിടിച്ച ചില മന്ത്രങ്ങളുണ്ട്, മന്ത്രവാദങ്ങൾ, അതിനെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ റസൂലുള്ള നേരത്തെ പഠിപ്പിച്ചതുമാണ്, നാം പഠിച്ചതുമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന അനുഭവപ്പെടുമ്പോൾ സ്വഹാബത്തിനത് കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുമ്പോ കണ്ടു നിൽക്കുന്ന സ്വഹാബിമാരോട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ടായിരുന്നത് ക്ഷമയുടെ മഹത്വമായിരുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ പോയപ്പോ അവിടത്തേക്ക് ശക്തമായ വേദനയുണ്ട്.
നല്ല പനിയാണ്. അത് റസൂലുള്ള തന്നെ പറഞ്ഞു, 2 ആളുകൾക്ക് ഉള്ള പനി എനിക്ക് പനിക്കുന്നുണ്ട്. 2 പേർക്കുള്ള ശക്തമായ പനി എനിക്ക് പനിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണെന്നറിയുമോ? മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദാ, ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അവന് വല്ല പ്രയാസങ്ങളും ബാധിച്ചാൽ ഇല്ലാ ഹത്തല്ലാഹു അൻഹു ഖതായാഹു കമാ തഹാതു വറഖുശ് ശജറ. അവൻ ക്ഷമയുടെ അതിനെ നേരിടുകയാണെങ്കിൽ, സമീപിക്കുകയാണെങ്കിൽ, ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറയാ. റസൂലുള്ള ശക്തമായ പനി പിടിച്ച് കിടക്കുമ്പോൾ അവിടുന്ന് പറയാ, ഒരു മുസ്ലിമിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കണം. എന്നാൽ ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴും. ഇനിയതാ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യമൂതു വഇൻദഹു ഖദ്ഫീഹിമാ ഖദഹും ഫീഹിമാ ഫയുദ്ഖിലു യദഹു ഫിൽ ഖദഹി ثم يمسح وجهه بالماء. രോഗിയായി കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തന്റെ അടുത്തുള്ള വെള്ളപാത്രത്തിൽ കൈകൾ പ്രവേശിപ്പിച്ച് തന്റെ മുഖം തടവുന്നതായി ഞാൻ കണ്ടു. വേദന സഹിക്കവയ്യാതെ വരുന്ന സമയത്ത് അടുത്തുള്ള വെള്ളപാത്രത്തിൽ കൈ വെച്ചുകൊണ്ട് വെള്ളമെടുത്ത് തന്റെ മുഖം ഇങ്ങനെ തടവാറുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, വല്ലാഹുമ്മ അഇന്നി അലാ സക്റാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മരണവേദനയിൽ നീ എന്നെ സഹായിക്കണേ. അല്ലാഹുമ്മ അഇന്നി അലാ സക്റാത്തിൽ മൗത്ത്. മരണവേദനയിൽ എന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് വേദന സഹിക്കവയ്യാതെയാകുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാ. ഇനി അതാ പ്രിയപ്പെട്ടവരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, അവിടുന്ന് ലോകത്തോട് വിട പറയുന്നത് ഒരു തിങ്കളാഴ്ചയാണെങ്കിൽ ആ തിങ്കളാഴ്ചക്ക് മുമ്പുള്ള ഒരു ബുധനാഴ്ചയുണ്ടല്ലോ, ആ ബുധനാഴ്ച ദിവസം അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അൻസാറുകളായ ഒരു പറ്റം സ്വഹാബികൾ കൂട്ടമായി ഇരുന്നു കൊണ്ട് കണ്ണുനീര് വാർക്കുന്ന അവസരത്തില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? അവര് പറയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വൈജ്ഞാനികമായ സദസ്സുകൾ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായില്ലേ, റസൂലുള്ളാന്റെ കൂടെ ഇരുന്ന ദീന് പഠിച്ചിട്ട് കുറെ ദിവസങ്ങളായില്ലേ, ആ നഷ്ടപ്പെട്ടു പോയ സദസ്സുകളെ കുറിച്ചോർത്ത് സങ്കടപ്പെടുകയാണ് അൻസാരികളായ സ്വഹാബിമാര്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ റൂമിലേക്ക് കയറി ചെന്ന് അവിടുത്തോട് കാര്യം പറഞ്ഞ സമയത്ത്, പ്രിയപ്പെട്ടവരെ, തന്റെ തലയുടെ ഭാഗത്തുള്ള വെള്ളപാത്രത്തിൽ കൈയിട്ടുകൊണ്ട് മുഖത്ത് ഒന്ന് വെള്ളം കൊണ്ട് തടവിയിട്ട് അവിടുന്ന് അതാ ഒരു ശീലയെടുത്ത് തന്റെ നെറ്റിത്തടം നന്നായി മുറുക്കി കെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കുകയാണ്. അസഹ്യമായ തലവേദനയുണ്ട്. ആ തുണിശീല കൊണ്ട് നെറ്റിത്തടം മുറുക്കി കെട്ടിയിട്ട് അവിടുന്ന് എഴുന്നേറ്റ് അതാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ സ്വഹാബത്തിന് ഉപദേശം ഉണ്ടായിരുന്ന മിമ്പറിലേക്ക് അവിടുന്ന് കയറുകയാണ്. എന്നിട്ട് ആ മിമ്പറിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട്.
അത് അവസാനത്തെ അവിടുത്തെ മിമ്പറിൽ നിന്നുള്ള അവസാനത്തെ സംസാരമായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് മരണത്തിന്റെ മുമ്പുള്ള ബുധനാഴ്ച ദിവസമായിരുന്നു, അവസാനത്തെ സംസാരമായിരുന്നു. അവിടുന്ന് ആ സംസാരത്തിൽ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയുമോ? ജനങ്ങളോട് പറയാ, വഫമാ അഖാഫു അലൈക്കും മാ യുഖ്സുല്ലാഹു ലക്കും മിൻ സഹറത്തിദ് ദുനിയാ. ഖാലൂ വമാ സഹറത്തുദ് ദുനിയാ യാ റസൂലല്ലാഹ്. ഖാല ബറകാത്തുൽ അർള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറയാ, ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഈ ഭൗതികമായ ലോകത്ത് നിങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനെയാ. ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഭൗതികമായ ലോകത്ത് നിങ്ങൾക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനെയാണ് ഞാനേറെ ഭയപ്പെടുന്നത് എന്ന് സ്വഹാബത്തിനോട് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും അതേ ലോകാന്ത്യം വരെ ആ റസൂലുള്ളാഹിയിൽ വിശ്വസിച്ച് ആഖിറം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകളോടായിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം. ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കല. നമുക്കോ ഇന്നും കിട്ടിയത് പോരാ എന്ന പരാതിയാണല്ലോ, അല്ലേ? കിട്ടിയത് പോരാ എന്ന പരാതിയാണ് അവർക്ക്. സ്വഹാബത്തിന്റെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ ഭൗതിക സൗകര്യങ്ങൾ കൂടുമ്പോൾ അവർക്ക് ഭയമായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കലതാ നോമ്പ് തുറക്കാൻ സമയമായ സമയത്ത് തന്റെ മുന്നിലതാ വിഭവതമായ ഭക്ഷണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച കാഴ്ച കണ്ടപ്പോ അതിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാ. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഖുബൈബിന് കിട്ടാത്ത, എന്റെ മിസ്അബിന് കിട്ടാത്ത ഈ സൗകര്യങ്ങൾ എനിക്കെന്തിനാ റബ്ബേ? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ ദുനിയാവിൽ തന്നെ കിട്ടുകയാണോ എന്ന പേടി കൊണ്ട് അദ്ദേഹം അതൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയി എന്ന പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമുക്കിപ്പോഴും കിട്ടിയത് പോരാ എന്ന പരാതിയാണല്ലോ റബ്ബിന്റെ മുന്നിൽ നമുക്ക് എപ്പോഴും പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂല് നമ്മിൽ ഭയപ്പെട്ടതാ ഭൗതികമായ സൗകര്യങ്ങൾക്ക് പോകുന്നതിനെ. പരലോകം മറന്ന്, നരകം മറന്ന്, ഖബർ മറന്ന്, അല്ലാഹുവിന്റെ അദാബുകളെ മറന്ന് ദുനിയാവിന് പിന്നാലെ ഈ ഉമ്മത്ത് പോകുന്നതിനെ അവിടുന്ന് ഏറെ ഭയപ്പെട്ടു. മരണത്തിന്റെ മുമ്പുള്ള ബുധനാഴ്ച അവിടുന്ന് സംസാരിച്ചതാണ്. ഇനിയോ ആ മിമ്പറിൽ കയറി ആ സമയത്ത് അവിടുന്ന് പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. അവിടുന്ന് പറയാ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ. ജൂത നസറാണികളിൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവരിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ ഖബർക്ക് മുന്നിൽ ആരാധന അർപ്പിക്കുന്ന ഒരു സാഹചര്യം അവരിലുണ്ടായി. ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, ഖബറിന്റെ മുന്നിൽ പോയി ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നു, ഖബറാളികൾക്ക് വേണ്ടി നേർച്ചയർപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ ജൂത നസ്രാണികളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു എന്നല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആ സമയത്ത് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുഅബദു. അല്ലാഹുവേ, എൻ്റെ ഖബർ ആരാധിക്കുന്ന ഒരു ബിംബമറ്റല്ല, ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി മാറ്റല്ല റബ്ബേ എൻ്റെ ഖബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആ സമയത്ത് പോലും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ?
അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇത്തരത്തിലുള്ള വസിയത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ജീവിതത്തിൽ പാലിക്കാൻ ഞങ്ങളില്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലല്ലേ ഖബറുകൾക്ക് മുന്നിൽ പോയി ഖബറാളിയോട് പ്രാർത്ഥിക്കുകയും ഖബറിൽ പോയി സുജൂദിൽ വീഴുകയും ഖബറാളികൾക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള കാഴ്ചകൾ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? എന്നിട്ട് ഒരു ബാനറും പിടിച്ച് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താ എന്ന് പറഞ്ഞ് പിന്നെ എന്ത് കാട്ടിക്കൂട്ടിയാലും പ്രിയപ്പെട്ടവരെ, അവസാന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വസിയത്തുകളെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറില്ലാത്തവർക്ക് എന്തു സ്നേഹമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല പിന്നീട് അവിടുത്തെ സംസാരം നോക്കൂ നിങ്ങൾ. അവിടുന്ന് ബുധനാഴ്ച ഈ രൂപത്തിൽ സംസാരിച്ചുവെങ്കിൽ അതിനുശേഷം അതാ വ്യാഴാഴ്ച ദിവസം പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. അതുവരെ റസൂലുള്ളാഹ് നമസ്കാരങ്ങൾക്കൊക്കെ ഇമാമ് നിന്നിരുന്നു. 13 ദിവസം രോഗിയായതിൽ അവിടുന്ന് 12 ദിവസവും ജമാഅത്തിന് പള്ളിയിലുണ്ട്. അവിടുന്ന് ആ സമയങ്ങളിലൊക്കെ ജമാഅത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. വ്യാഴാഴ്ച ദിവസം മഗ്രിബിന് ഇമാമ് നിന്നു. ഇശാഇന്റെ സമയമായപ്പോൾ അവിടുന്ന് വുളുവെടുത്തു. പോകാൻ നേരം ബോധരഹിതനായി വീണു. ബോധം കെട്ട് വീഴ. ആ സമയത്ത് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധം വന്ന സമയം ചോദിച്ച ചോദ്യം എന്താ അറിയോ? അസ്വല്ലന്നാസ്, അല്ല ജനങ്ങൾ നമസ്കരിച്ചോ? എല്ലാവരും പറഞ്ഞു ഇല്ല റസൂലേ, അവര് നിങ്ങളെ കാത്തു നിൽക്കുകയാ. അവിടെന്ന് പറഞ്ഞു നന്റെ തലയിലൂടെ വെള്ളമൊഴിക്ക്, ഒരു ഉഷാറ് കിട്ടാൻ. അവിടുന്ന് വെള്ളമൊഴിച്ച് പിന്നെ വീണ്ടും പള്ളിയിലേക്ക് ജമാഅത്തിന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും ബോധം കെട്ടു വീഴ. 2-3 തവണ ഇതാവർത്തിച്ചപ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയാ, അബൂബക്കറെ ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആ ഇശാ മുതൽ പിന്നെ നമസ്കാരങ്ങൾക്ക് ഇമാമ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അവിടുന്ന് ആ സമയങ്ങളിലും ജനങ്ങൾക്ക് നമസ്കാരത്തെക്കുറിച്ച് അവിടുന്ന് ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. പിന്നീട് പ്രിയപ്പെട്ടവരെ ഞായറാഴ്ച ദിവസം മരണത്തിൻ്റെ മുമ്പുള്ള ആ ഒരു ഞായറാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അടുത്തുള്ള അടിമകളെയെല്ലാം മോചിപ്പിച്ച് കയ്യിലുണ്ടായിരുന്ന 7 ദീനാറ് അത് ദാനം ചെയ്ത്, അതുപോലെ തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും അതിനു മുമ്പ് ശനിയാഴ്ച ദിവസമൊക്കെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് വാക്കുകളാൽ പ്രവർത്തനങ്ങളാൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തീർക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടെങ്കിൽ തീർക്കണം. ഒരു സ്വഹാബി പറഞ്ഞു, എനിക്കൊരു 3 ദീനാർ തരാനുണ്ട്. മറ്റുള്ളവര് പറയാണ്, ഈ സമയത്താണോ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്? ആ സ്വഹാബി പറഞ്ഞു, എൻ്റെ റസൂല് കടക്കാരനായി പോവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ലോകത്തോട് വിട പറയുന്ന ആ ഒരു തിങ്കളാഴ്ച ദിവസമുണ്ടല്ലോ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു വന്നത്തെ ആ സമയം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന് സ്വഹാബത്ത് ഒന്നടങ്കം ഇങ്ങനെ പള്ളിയിൽ സൊഫുകൾ റെഡിയാക്കി നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
വീടിനെയും പള്ളിയെയും വേർതിരിക്കുന്ന ആ ഒരു മറയുണ്ട്. അവിടുന്നതാ കശഫ സിത്ര ഹുജ്റത്തി ആയിഷ, അവിടുന്ന് ആ മറയങ്ങ് നീക്കുകയാണ്. ഫനളറ ഇലൈഹിം, എന്നിട്ടതാ അല്ലാഹുവിന്റെ റസൂല് അവരെ ഒന്ന് നോക്കുകയാണ്. വഹും ഫീ സുഫൂഫിസ് സ്വലാം, അവര് നമസ്കാരത്തിന് സഫ് ശരിയാക്കി നിൽക്കുകയാണ്. അവരെ നോക്കിക്കൊണ്ട് സുമ്മ തബസ്സമ യദ്ഹഖൂ, അല്ലാഹുവിന്റെ റസൂല് ഒന്ന് നോക്കി പുഞ്ചിരിക്കുകയാ. എല്ലാവരെയും റസൂലുള്ള നോക്കുകയാണ്, എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായി പ്രവാചകന്റെ കൂടെ നിന്ന സ്വഹാബത്താണ് കൺമുന്നിലുള്ളത്. ഇനി അവരെ കാണണമെങ്കിൽ പരലോകത്ത് സ്വർഗത്തിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്തിനെ നോക്കി അവസാനമായി ഒന്ന് പുഞ്ചിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വന്ന അമ്പുകളെ അതാ സ്വന്തം നെഞ്ചുകൊണ്ട് തടുത്തു നിർത്തിയ ത്വൽഹാ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരുപാട് സ്വഹാബിമാര് അവിടെ അണിനിരന്ന് നിൽക്കുന്ന സമയത്ത് അവരെ എല്ലാം ഒന്ന് നോക്കി അല്ലാഹുവിന്റെ റസൂല് അവസാനമായി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പക്ഷേ അവർക്കറിയുമായിരുന്നില്ല ഇത് അവസാനത്തെ പുഞ്ചിരിയായിരിക്കുമെന്ന്. റസൂലുള്ള ആ സമയത്ത് പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോ അതേ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വളന്ന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുരീദു അൻ യഖ്റുജ ഇലസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറകിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അതേ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നമസ്കാരം പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അവിടുന്ന് സുമ്മ ദഖലൽ ഹുജ്റ വഅർഖസ് സിത്ര, ആ റൂമിന്റെ ആ വിരിയങ്ങ് നീക്കി അവിടുന്ന് റൂമിലേക്ക് പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് അവരുടേതായ ആവശ്യങ്ങളിലേക്ക് തിരിയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫ്തെടുക്കുകയാണ്. കാരണം സുബഹിന്റെ സമയത്ത് കണ്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിലുണ്ട്, മുസ്ഹഫിന്റെ ഏട് തിളങ്ങുന്ന പോലെ അവിടുത്തെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രവാചകന്റെ ക്ഷീണവും അസുഖവും എല്ലാം സുഖമായിട്ടുണ്ട് എന്ന് വരെ അവരെല്ലാവരും മനസ്സിലാക്കിയിരുന്നു എന്നാണ്. അങ്ങനെ ആ ദിവസത്തിന്റെ സുബഹി കഴിഞ്ഞ് അന്നിന്റെ ദുഹാ സമയത്തോടെടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം കൂടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കടന്നു വരുന്ന സമയം പ്രയാസം അനുഭവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാ കർബ അബാ, എൻ്റെ വാപ്പ എന്തു പറ്റി റബ്ബേ, എന്തൊരു പ്രയാസമാണ് എൻ്റെ വാപ്പാക്ക്. ആ സമയത്ത് റസൂലുള്ള പറയുന്നുണ്ട്, ഫഖാല ലഹാ ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, അവിടത്തേക്ക് വഹയ്യ് കിട്ടിയിട്ടുണ്ട്, ഇന്ന് ലോകത്തോട് വിട പറയുമെന്ന്. റസൂലുള്ള പറയാ, മോളോട്, മോളെ, ഇന്നത്തെ ഈ സമയം കഴിഞ്ഞാൽ, ഈ ദിവസം കഴിഞ്ഞാൽ വാപ്പാക്ക് ഒരു വേദനയുമില്ല, ഒരു പ്രയാസവുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ കടന്നു വരുമ്പോ
അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മിസ്വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വാങ്ങിയിട്ട് അത് വായിലിട്ട് ചവച്ച് റസൂലുള്ളാഹിക്ക് പല്ല് തേച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അവിടത്തേക്ക് മരണവേദന സഹിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാ ഫയുംസഹു ബിഹിമാ വജ്ഹഹു. അവിടെയുള്ള വെള്ളപ്പാത്രത്തിൽ കൈയിട്ട് അവിടുന്ന് പ്രിയപ്പെട്ട അവിടുത്തെ മുഖമിങ്ങനെ കൈകൊണ്ട് തടവുന്നുണ്ട്. എന്നിട്ട് യഖൂലു, അവിടുന്ന് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അവിടുന്ന് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് അസഹ്യമായ ഒരു വേദനയുണ്ട്. അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകളാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമ്മ നസബ യദഹു ഫയഖൂലു ഫിർറഫീഖിൽ അഅ്ലാ. ആകാശത്തിലേക്ക് അവിടുന്ന് കരങ്ങൾ ഉയർത്തുകയാണ്. എന്നിട്ട് 3 പ്രാവശ്യം അവിടുന്ന് പറയുന്നുണ്ട്, ഫിർറഫീഖിൽ അഅ്ലാ, ഫിർറഫീഖിൽ അഅ്ലാ. ഉന്നതങ്ങളിലെ കൂട്ടുകാരിലേക്ക്, ഉന്നതങ്ങളിലെ കൂട്ടുകാരിലേക്ക് എന്നിങ്ങനെ പറയുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി. ഇതിങ്ങനെ അവിടുന്ന് കരാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹത്താ ഖുബിള, അവിടുത്തെ റൂഹ് പിടിക്കപ്പെടുന്നു. വമാലത്ത് യദുഹു, ആകാശങ്ങളിലേക്ക് ഉയർത്തിയ അവിടുത്തെ കരങ്ങളതാ ചലനമറ്റ് താഴോട്ട് വീണു പോകുന്നു. ലോകത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുന്നു. റബീഉൽ അവ്വൽ 12ന്റെ ദുഹാ സമയം ലോകത്ത് സംഭവിച്ച ഒരു സംഭവത്തെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേർപാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അതേ കണ്ണുനീര് വാർത്തുകൊണ്ട് അന്ന് സ്വഹാബത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയുമോ? മഴ നനഞ്ഞ ഒരു ചെമ്മരിയാടിന്റെ അവസ്ഥയായിരുന്നു സ്വഹാബത്തിൻ്റെതെന്ന് ഈ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ ആയിത്തി. ഇല്ല, എൻ്റെ റസൂൽ മരണപ്പെട്ടിട്ടില്ല, എൻ്റെ റസൂൽ മരണപ്പെട്ടിട്ടില്ല. പണ്ട് മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസം അതാ ബനൂ ഇസ്രായീലിൽ നിന്ന് മാറിപ്പോയില്ലേ തൂരി സീനാ പർവ്വതത്തിലേക്ക്, അതുപോലെ പോയതാ. എൻ്റെ റസൂൽ തിരിച്ചു വരും, എൻ്റെ റസൂൽ തിരിച്ചു വരുമെന്നിങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അതേ സുബഹി നമസ്കാരം കഴിഞ്ഞ് സുൻഹിലുള്ള തന്റെ കച്ചവട സ്ഥലത്തേക്ക് പോയതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മരണവാർത്തയറിഞ്ഞ് അദ്ദേഹം അവിടെ എത്തുന്നു. ആരോടും ഒന്നും മിണ്ടുന്നില്ല. നേരെ ചെല്ലുന്നു ആയിഷത്ത് റളിയല്ലാഹു അൻഹയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത്
ഉടുത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുന്നു. അവിടുത്തെ ആ കവിളിൽ മുത്തം വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോകുന്നു. എന്നിട്ടതാ പുറത്തേക്ക് ഇറങ്ങുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ അടങ്ങണം ഉമറേ, അടങ്ങ ഉമറേ എന്ന് പറയുമ്പോ ഒരിക്കലും അടക്കി നിർത്താൻ സാധിക്കാതെ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് അവിടുന്ന് സംസാരിക്കുകയാണ്. മൻ കാന യഅ്ബുദു മുഹമ്മദാ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിട്ടുള്ളത് എങ്കിൽ ഫഇന്നഹു ഖദ് മാത, ഇതാ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മൻ കാന യഅ്ബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കാത്തവനാണ്. എന്നിട്ടതാ ആയത്തോതുകയാണ്. സൂറത്തു ആല ഇംറാനിന്റെ 140-ാമത്തെ വചനം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാകുന്നു, അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബികും, അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിച്ചു പോവുകയാണോ? ഈ ആയത്തങ്ങ് കേൾക്കേണ്ട താമസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാളങ്ങ് വീണു പോകുന്നു. പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് ബോധരഹിതനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണു പോകുന്ന സമയമുണ്ടല്ലോ, മദീന ഒന്നടങ്കം കണ്ണുനീരിലായ സമയമാണ്. അന്ന് കരയാത്ത കണ്ണുകളില്ല പ്രിയപ്പെട്ടവരെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മഴ നനഞ്ഞ ചെമ്മരിയാടിനെ പോലെയായിരുന്നു അന്ന് സ്വഹാബത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോ, ഈ രൂപത്തിൽ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ ഈ ചരിത്രത്തെ ഓർത്തുകൊണ്ട് കണ്ണുനീര് വാർക്കേണ്ട വിശ്വാസികളല്ലേ പ്രിയപ്പെട്ടവരെ നമ്മള്. പക്ഷേ എന്നാൽ ഇന്ന് സമൂഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയേണ്ടതില്ലാത്ത വിധം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലയളവിൽ പറയുകയോ പ്രവർത്തിക്കുകയോ മൗനാനുവാദം നൽകുകയോ ചെയ്യാത്ത സ്വഹാബത്ത്, ജീവിത കാലഘട്ടത്തിൽ ഒരാൾ പോലും മാതൃകയായി കാണിച്ചു തരാത്ത സ്വഹാബത്തിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ താബിഉകളുണ്ടല്ലോ, തബഉ താബിഈങ്ങളുണ്ടല്ലോ, അവരുടെ ജീവിത കാലയളവിലൊന്നും ആരും മാതൃകയായി നമുക്ക് കാണിച്ചു തരാത്ത വിധത്തിലുള്ള ആഘോഷത്തിമർപ്പിന്റെ ആ രൂപത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളല്ലേ ഇവിടെ മദീന ഒന്നടങ്കം കരഞ്ഞ ആ റബീഉൽ അവ്വൽ 12ന്റെ ളുഹാ സമയമുണ്ടല്ലോ. നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടതെന്താ പ്രിയപ്പെട്ടവരെ? റോട്ടിലേക്ക് എല്ലാവരും ഇറങ്ങുന്നു, താളമേളങ്ങളോട് കൂടിയ പാട്ടുകൾ പാടുന്നു, അതിനനുസരിച്ച് കൊണ്ട് വിട്ടുന്നു, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. ഇത് റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാണോ പ്രിയപ്പെട്ടേ? ഇങ്ങനെ ഒരു സ്നേഹം അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ അതേ അനുഷ്ഠിക്കാനും അവിടുന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞത് പ്രവർത്തിക്കലല്ലേ പ്രവാചക സ്നേഹമെന്ന് പറയുന്നത്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരല്ലേ?
കാരണം ആ റസൂലുള്ളാഹിന്റെ ജീവിത കാലയളവിലും കാണാൻ ലഭിച്ചവരല്ലേ, അവിടുത്തെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ, ആ പ്രവാചകന്റെ കൂടെ ഇരിക്കാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച സ്വഹാബത്തല്ലേ. സൗബാൻ റളിയല്ലാഹു അൻഹു അതേ റസൂലുള്ളാഹിന്റെ മുന്നിൽ സങ്കടത്തോടുകൂടി വന്നു നിൽക്കുന്ന സമയത്ത് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി സൗബാൻ, എന്താ താങ്കളുടെ മുഖത്തൊരു സങ്കടമെന്ന് ചോദിക്കുമ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കെന്താണ്, റസൂലേ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങയെ ഞങ്ങൾക്ക് കാണണമെന്ന് തോന്നിയാൽ അങ്ങയെ ഓടി വന്ന് കാണാൻ സാധിക്കുമല്ലോ, പക്ഷെ അങ്ങ് മരണപ്പെട്ടു പോയാൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താകുമല്ലോ, അവിടെ അങ്ങയെ കാണാൻ ഞങ്ങൾക്ക് കഴിയുമോ, മരണമില്ലാത്ത ആ ലോകത്ത് അങ്ങയെ കാണാൻ കഴിയുമോ റസൂലേ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അതേ സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ ആയത്തുമായി വരികയാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് റസൂലുള്ളാഹിനെ കണ്ടവരാണ്, നമുക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല, നമുക്ക് റസൂലുള്ളാഹിനെ കാണേണ്ടതില്ലേ, ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലെത്തേണ്ടതില്ലേ, ആ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ കഴിയാൻ ഭാഗ്യം ലഭിക്കണ്ടേ, ഈ ആയത്ത് അനുസരിച്ചേ മതിയാകൂ. എന്താ റബ്ബ് പറഞ്ഞത്, വമയ്യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അതേ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിരുപാധികം ആര് അനുസരിക്കാൻ തയ്യാറുണ്ടോ, ഫഉലൈക, അങ്ങനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാണ്. ആരൊക്കെയാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്. സ്വഹാബത്ത് പറയാ, ഈ ആയത്തങ്ങിറങ്ങിയപ്പോ അതിനോളം വലിയ സന്തോഷം ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇവിടെയും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെ കാണാൻ സാധിച്ചു, നാളെ ആഖിറത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ കഴിയുമല്ലോ എന്ന ആ ഒരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ അവസാന സമയങ്ങളിൽ ആ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കണ്ണുനീര് വാർക്കുന്ന അവസരത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രിയതമേ, ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്ര എൻ്റെ ഹബീബിനെ കാണാനാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ കഴിയുമല്ലോ ഇനി എന്ന ചിന്ത കൊണ്ട് സന്തോഷിക്കുകയാ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ ഭാര്യയോട് പറയാണ്, കണ്ണുനീരോട് കൂടിയല്ല ഞാൻ എൻ്റെ റസൂലിനെ കാണാനാ പോകുന്നത്, കണ്ണുനീരോടുകൂടിയല്ല, സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട്, പെണ്ണേ, എന്നെ നീ യാത്രയക്കണമെന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ മരിക്കാൻ സാധിക്കണ്ടേ? ഈ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നേതാവിനെ കാണാൻ നമുക്കാർക്കും സാധിച്ചു
സാധിച്ചിട്ടില്ല. ഇനി മരണശേഷമല്ലേ സാധിക്കുകയുള്ളൂ. ബർസഖി ലോകത്തെത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കാണിക്കപ്പെടും എന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത്. ആരാണ് ഇയാളെന്ന മലായികത്ത് ചോദിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് ഒരിക്കലും ആ റസൂലുള്ളാഹിനെ കാണാത്ത ആളുകളാണെങ്കിൽ പോലും ആ റസൂലുള്ള പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ശിർക്കില്ലാതെ ബിദ്അത്തുകളില്ലാതെ ഹറാമായ ഒരു നോട്ടവും ഒരു വാക്കും ഒരു കേൾവിയും ഒന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ച് മരണപ്പെട്ടു പോയവരാണെങ്കിൽ റസൂലുള്ളാഹിനെ ആദ്യമായി കാണിക്കപ്പെടുന്ന സമയത്ത് പറയുന്നു, മുഹമ്മദുൻ റസൂലുള്ളാഹ് ജഅനാ ബിൽ ബയ്യിനാത്തി മിൻ ഇൻദില്ലാഹ്. അല്ലാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുമായി കടന്നു വന്ന ഞങ്ങളുടെ പ്രവാചകനാ എന്ന് അതേ ബർസഖി ലോകത്ത് വെച്ച് ഒരിക്കൽ പോലും ജീവിത കാലയളവിൽ കാണാത്ത റസൂലുള്ളാഹിനെ ആദ്യമായി കാണുന്ന സമയത്ത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഈ വർത്തമാനം നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹ് പഠിപ്പിച്ച വഴി നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. അല്ലാതെ പോയാൽ ആ റസൂലുള്ളാഹി നമ്മുടെ മുന്നിൽ, ആ റസൂലുള്ളാഹിനെ കാണാൻ, അവിടുത്തെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മറയങ്ങ് വീഴുകയാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, എൻ്റെ ഉമ്മച്ചാണ്. പക്ഷേ റസൂലുള്ളാഹിനോട് പറയപ്പെടും, ഉമ്മത്തൊക്കെ നിങ്ങളുടെ തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് ശേഷം ഇവര് മതത്തിലേക്ക് പലതും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് നിങ്ങളുടെ അരികിലേക്ക് എത്താൻ സാധ്യമല്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുഹഖൻ സുഹഖാ ലിമൻ ഗയ്യറ ബഅദീ. എന്റെ ശേഷം മതത്തിൽ മാറ്റങ്ങൾ വരുത്തിയവരെ, ഞാൻ പഠിപ്പിക്കാത്ത പലതും കൂട്ടിച്ചേർത്തവരെ, നിങ്ങൾ വിദൂരത്തേക്ക് പോകൂ. ആട്ടിവിടുകയാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹ്. നമ്മൾ എത്ര മദ്ഹ് എന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വർണ്ണനകൾ ചാലിച്ച് അത് ഒഴുകുന്ന പാട്ടുകൾ പാടി തുള്ളിയാലും അത് ഇസ്ലാമിൽ ബിദ്അത്തായ ഒരു പ്രവർത്തനമാണെങ്കിൽ റസൂലുള്ളാഹ് ആട്ടിവിടുമെന്നാണ് ഹദീസ് അല്ലേ. അതുകൊണ്ട് പ്രിയവരെ, റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ എത്താൻ നമുക്ക് സാധിക്കണം. ഈ നേതാവിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണം. അതിനുള്ള വഴി സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹിനെ അനുസരിക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻസഹൂ. അവിടുന്ന് എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കുക, എന്തെന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞോ അത് ഒഴിവാക്കുക. അവിടുന്ന് പറഞ്ഞില്ലേ, എല്ലാ സംസാരങ്ങളുടെ തുടക്കത്തിലും വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. പുതിയതായി ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാലും അത് ളലാലത്താണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ളലാലത്തിന്റെയും അവസാനം നരകമാണ്. ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഇത്തരം ഒരു ആഘോഷം നടത്താതെ പോയത്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാണ്, ആ റസൂലുള്ളാഹിനെ കാണണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്, ആ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ കഴിയണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്. ഒരു ദിവസം വേണ്ടതല്ല റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ, അഥവാ നമ്മൾ പറയില്ലേ തൊട്ടില് മുതൽ കട്ടില് വരെ ഒരാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവനായിരിക്കണം. ആ സ്നേഹം റസൂലുള്ളാഹ് കാണിച്ച വഴികളിലൂടെ ജീവിതത്തെ കൊണ്ടുപോകലാണ്. അതാണ് പ്രിയപ്പെട്ടവരെ,
ഉഹുദിന്റെ രണഭൂമിയിൽ ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട വാർത്തയറിഞ്ഞ് ഓടി വരുന്ന സഫിയ റളിയല്ലാഹു അൻഹ തന്റെ കൂടപ്പിറപ്പിന്റെ ആ മയ്യത്തെ കണ്ടാൽ അത് സഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയുടെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മോനെ ഉമ്മയോട് അവിടേക്ക് വരണ്ട എന്ന് പറയണം, ഉമ്മയെ പിടിച്ചു നിർത്തണം. ഉമ്മ ഇങ്ങോട്ട് ഓടി വരും, മകൻ അങ്ങോട്ട് ഓടിച്ചെന്ന് ഉമ്മനെ തടുത്തു നിർത്തി ഉമ്മയോട് പറയാണ്, ഉമ്മ അവിടേക്ക് പോകാൻ പാടില്ല. സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ എന്റെ കൂടെ പോകാം, അവസാനമായി ഞാനൊന്ന് കാണട്ടെ. ഉമ്മാനെ പിടിക്കാൻ മകന് കഴിഞ്ഞില്ല. ഉമ്മ ഓടിക്കൊണ്ടിരിക്കുന്ന ഉമ്മയോട് മകൻ വിളിച്ചു പറഞ്ഞു, ഉമ്മ അവിടേക്ക് ചെല്ലരുത് എന്നത് റസൂലുള്ളാഹിയുടെ കൽപ്പനയാ. ആ ഉമ്മ തിരിഞ്ഞു നിന്നു. ആരും പിടിച്ചു നിർത്താതെ നിന്നു പോയിട്ടുണ്ടെങ്കിൽ സഫിയ റളിയല്ലാഹു അൻഹ, അതാണ് പ്രവാചക സ്നേഹമെന്ന് പറയുന്നത്. തിരിഞ്ഞുകൊണ്ട് മകനോട് പറയാ, മോനെ ഒരു നോക്ക്, അവസാനമായ ഒരു നോട്ടം. റസൂലുള്ള അനുവാദം തന്നാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉമ്മ പോകും, ഇല്ലേ തിരിച്ചു പോരും മോനെ ഉമ്മ എന്ന് സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകലാണ് പ്രവാചക സ്നേഹം. കൽപ്പിച്ചത് സ്വീകരിക്കുകയും വിരോധിച്ചതെന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ആ സ്നേഹമുള്ളവരായി നമ്മൾ മാറണം. എങ്കിലേ നമുക്ക് റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ റസൂലുള്ളാനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ വേർപാടും അതൊക്കെ ഒരു പ്രയാസമായി തോന്നുകയുള്ളൂ. റസൂല് പറഞ്ഞില്ലേ, എന്തെങ്കിലും നിങ്ങൾക്കൊരു, ഞാൻ തുടങ്ങിയത് അങ്ങനെയാ, ഒരു പ്രയാസം നിങ്ങൾക്ക് വന്നാൽ അത് മാറ്റി നിർത്താൻ, അത് മറക്കാൻ, അത് വളരെ നിസ്സാരമാണ് യാക്കാൻ നമ്മൾ ഓർക്കേണ്ടതാണ് റസൂലുള്ളാന്റെ വഫാത്ത്. എൻ്റെ റസൂല് എന്നെ വിട്ടു പോയിട്ടുണ്ടല്ലോ, അതിനോളം വലിയ നഷ്ടമൊന്നുമല്ല ഇത് എന്ന് ചിന്തിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ, അത് സാധിക്കണമെങ്കിൽ റസൂലുള്ളാനെ എല്ലാത്തിനേക്കാളും എല്ലാവരേക്കാളും സ്നേഹിക്കുന്നവരായി തീരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ പ്രവാചക സ്നേഹികളായി മാറി ആ സ്വർഗത്തിലെത്താൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണത്തിൻ്റെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. ഈ ദഅവ സംവിധാനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന ഫിറോസ്ക, അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പ്രയാസമനുഭവിക്കുന്നവർക്കെല്ലാം പരിപൂർണ്ണ ശിഫയും ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി മാറ്റണമേ റഹ്മാനെ. ഇഹച്ചിലും പരച്ചിലും ഉപകരിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. കുടുംബത്തോടുകൂടി നിന്റെ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.